പ്രാപിച്ചിരുന്നപ്പോഴാണ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ പിണറായിക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നത്. എന്താണ് പശ്ചാത്തലം കിരൺ? അഭിലാഷ, ഇത് ഒരു തരത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നേടിയ ഒരു സാഹചര്യത്തിൽ മടങ്ങിവരവിനുള്ള ഒരു വലിയ അവസരമായി കൂടിയാണ് കാണുന്നത്. കാരണം പിണറായി വിജയന്റെ മകളുടെ ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളതെങ്കിലും പിണറായി വിജയന്റെ വീട്ടിലാണ് മകൾ താമസിക്കുന്നത്. പിണറായി വിജയനൊപ്പമാണ്. പിണറായി വിജയന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമായി ആ വീട്ടിലുള്ള ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. പിണറായി വിജയനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. വീണയ്ക്കെതിരെയുള്ള കേസന്വേഷണത്തെ അത് വീണയ്ക്കെതിരെയുള്ള കേസായിട്ടല്ല CPM വിലയിരുത്തുന്നത്. അത് പിണറായി വിജയനെയും CPM-നെതിരായിട്ടുള്ള കേസായിട്ടാണ്. CPM-നെയും പിണറായി വിജയനെയും തകർക്കാൻ വേണ്ടിയുള്ള നീക്കമായിട്ടാണ് കാണുന്നത്. അത് കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നുകൂടി CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും നേരിട്ട് വന്നു തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുകയും BJP-ക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധത്തിനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും താഴെത്തട്ടിലടക്കം പന്തം കൊളുത്തി പ്രകടനത്തിനടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് തെരുവിൽ ചുറ്റിയിരുന്ന് പ്രതിഷേധവുമായി നിൽക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ ഈ ഒരു റെയ്ഡ് നടന്ന ഒരു ആദ്യഘട്ടത്തിൽ CPM-ന്റെ പ്രധാന നേതാക്കളോ അണികളോ ആരും തന്നെ ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയിരുന്നില്ല. സാധാരണ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ അണികൾ സ്വമേധയാ ഓടിയെത്തേണ്ടതാണ്. പക്ഷേ അങ്ങനെ നേതാക്കളൊക്കെ സമയത്ത് ഇപ്പോൾ തൽക്കാലം പോകേണ്ട എന്നുള്ള ഉദ്ദേശമായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വമേധയാ എത്താണ്ടിരുന്ന പലരും അങ്ങനെ എത്താതെ അവർ മടങ്ങി പോവുകയായിരുന്നു. പിന്നീടാണ് പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത്. ആദ്യം P ജയരാജനാണ് എത്തിയത് എന്നുള്ളത് കൂടി ഒരു പ്രത്യേക കൗതുകമുണ്ട്. P ജയരാജൻ കണ്ണൂരിൽ പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിന്റെ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ പാർട്ടിയിൽ നിന്ന് ആദ്യ പ്രതികരണം നടത്തിയതും P ജയരാജൻ തന്നെയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ താൻ പ്രതികരണം നടത്തുന്നതിന്റെ ഒരു കൃത്യമായി തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തുകയായിരുന്നു. പാർട്ടി സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ പ്രതികരണം നടത്തുന്നതിന് മുമ്പ് തന്നെ P ജയരാജന്റെ ഭാഗത്തു നിന്ന് ഇത് രാഷ്ട്രീയമായ നീക്കമാണ് എന്നുള്ള പ്രതികരണം ഉണ്ടാവുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധത്തിന് ഒരു ആഹ്വാനം സ്വാഭാവികമായും ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രേഖേഷ് അടക്കമുള്ളവർ എത്തുന്നു. പിന്നീട് വളരെ വേഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ശേഷം നിർദ്ദേശം വന്ന ശേഷം വളരെ വേഗത്തിലാണ് സംസ്ഥാനത്ത് ആകമാനമുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കുത്തിയിരിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. MP ഗോവിന്ദൻ, ശിവൻകുട്ടി ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, B ജോയി, ആനാവൂർ നാഗപ്പൻ തുടങ്ങി സുനിൽകുമാർ തുടങ്ങി പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ പ്രതിഷേധത്തിന് മുന്നിൽ തന്നെ അണിനിരക്കുന്നുണ്ട്. ഇത്തരം നേതാക്കൾ സ്വാഭാവികമായും ഇത്തരമൊരു പ്രതിഷേധത്തിന് അണിനിരന്നാൽ കേരളത്തിലാകമാനം CPM എന്ന പാർട്ടിക്കുണ്ടായ സംഘടനാ സംവിധാനം അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്താകമാനം വലിയ പ്രതിഷേധം ഉയർത്താൻ കഴിയും. ആ തരത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം, പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ആദ്യമായി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അതിനെ ആ തരത്തിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചന ആളുകൾ സ്റ്റീൽ എന്ന മട്ടിൽ കൂടി ഒരു ആരോപണം CPM ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കുകയാണ്. ആ തരത്തിൽ കൂടി പാർട്ടിയെ എല്ലാ സ്ഥലത്തും പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പാർട്ടിക്ക് ഒരു മടങ്ങിവരവിനുള്ള, ഇപ്പോൾ നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ ഈ പരാജയ സംഭവ ശേഷവും പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുത്ത പിണറായി വിജയനെതിരെ പാർട്ടി അണികൾക്കിടയിലും പാർട്ടി കമ്മിറ്റികളിലും രൂക്ഷമായ വിമർശനമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നത്. അത്തരം വിമർശനങ്ങൾക്കെതിരെ കൂടിയുള്ള ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടി ഇതിനെ ഉപയോഗിക്കുന്നത്. ആ തരത്തിലേക്കുള്ള പ്രതിഷേധം എല്ലാ തരത്തിലും കേരളത്തിലാകമാനം ഉയർത്തിക്കൊണ്ടുവന്ന BJP ഈ റെയ്ഡിനെ ചെറുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ റെയ്ഡിനെ പക്ഷേ തടസ്സപ്പെടുത്തേണ്ട എന്നുള്ള കർശനമായ നിർദ്ദേശം റെയ്ഡ് നടത്തുന്ന വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുള്ളൊരു കർശനമായ നിർദ്ദേശം കൂടി CPM നൽകിയിട്ടുണ്ട്. കാരണം ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് റെയ്ഡിനെ തടസ്സപ്പെടുത്തിയെന്നതിലേക്കും റെയ്ഡിനെ ഭയപ്പെടുത്തുന്ന എന്ന തരത്തിലേക്കുമുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഭവം ഒഴിവാക്കിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുക. സംസ്ഥാനത്ത് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ പിണറായി വിജയനെ തടഞ്ഞു വെച്ചാൽ പാർട്ടി അനങ്ങുന്നില്ല എന്നുള്ളത് ആദ്യ മണിക്കൂറുകളിൽ അത്തരത്തിലൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരം ആരെങ്കിലും വരികയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. അത് വളരെ പ്രധാനമായിരുന്നു. അത് എത്താത്തതിനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ
പ്രവർത്തകർക്കിടയിലൊക്കെ പിണറായി വിജയനെ വിമർശിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അത്തരം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ഒക്കെ ചെയ്ത് വളരെ പെട്ടെന്നാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചേരുകയും തീരുമാനമെടുക്കുകയും പരസ്യമായ പ്രതിഷേധത്തിലേക്ക്. പക്ഷെ അതിന് മുമ്പ് തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തു നിന്നുള്ള പരസ്യ പ്രതികരണം പുറത്തു വന്നിരുന്നു. ആ പ്രതികരണ ശേഷം അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ നേരിൽ കണ്ടും ആ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുക, ഇതിനെ നിയമപരമായി നേരിടുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി നേരിടുക, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാട് എന്താണെന്ന് അന്വേഷിക്കുക. അത്തരത്തിൽ അതിനെ പ്രതിരോധ സംസ്ഥാന സർക്കാരിനെതിരെയും BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കടന്നാക്രമിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധത്തിൽ നിന്ന് ഒരു പാർട്ടിയെ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഒരു പാർട്ടിയെ മടങ്ങി വരവിനുള്ള ശക്തമായ ആയുധമായി തന്നെ ഇതിനെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് CPM സംസ്ഥാനത്താകമാനം അതിനുള്ള പ്രതിഷേധത്തിന് രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പ്രതിഷേധത്തിൽ തുടർന്ന് ഇന്ന് വൈകുന്നേരവും സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും താഴെ തട്ടിലടക്കം എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കണം, പ്രതിഷേധം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എനിക്ക് രാവിലെ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ എനിക്ക് തോന്നുന്നു P ജയരാജൻ അടക്കമുള്ളവരൊക്കെ അവിടെ അവല് കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണം ഒന്ന് കഴിക്കുന്നതിന് മുമ്പായിരിക്കും ഈ വാർത്ത അറിഞ്ഞത് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇറങ്ങി അവിടെ പിണറായിയുടെ കണ്ണൂരുള്ള വസതിയിലേക്ക് എത്തിയത്. അതിന് മുന്നിൽ ഇപ്പോഴും കുത്തിയിരിക്കുകയാണ്. ജയരാജന്റെ നേതൃത്വത്തിലാണ് അവിടെ ആദ്യം സമരം ആരംഭിച്ചത്. പിന്നീടാണ് മറ്റ് നേതാക്കളൊക്കെയും എത്തിച്ചേർന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രതികരണം നടത്തിയ മറ്റൊരാൾ ബിനീഷ് കോടിയേരിയാണ്. ബിനീഷ് കോടിയേരിക്കെതിരെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട വിഷയം വരികയും ബിനീഷ് കോടിയേരി അറസ്റ്റിലാവുകയും ജയിൽ കഴിയുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലൊക്കെയും പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ പ്രതിരോധം തീർക്കുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയോ. തീർച്ചയായും ഇതാ ബിനീഷ് കോടിയേരിയുടെ പ്രതികരണം കൂടിയാണ് സൂചിപ്പിച്ചത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.